അപ്പോൾ നമ്മൾ അടുത്തതായി പോകുന്നത് ഒല്ലൂരിലേക്കാണ്. ഒല്ലൂരിൽ മന്ത്രി കെ രാജൻ മത്സരിക്കുന്ന സ്ഥലം ഒല്ലൂർ. മന്ത്രി കെ രാജൻ മന്ത്രിസഭയിലെ ഏറ്റവും മികച്ച മന്ത്രിമാരിൽ ഒരാളാണ്. ഏറ്റവും മികച്ച മന്ത്രി, ഇടതുപക്ഷത്തിന്റെ തുറുപ്പിയിട്ട് വയനാട് ദുരന്തത്തില് ജനങ്ങളൊപ്പം നിന്ന മന്ത്രി, വലിയ രീതിയിലുള്ള പേര് കേട്ട മന്ത്രിയാണ്. അതായത് 2011 MP വിൻസെന്റ്, അവിടെ നിന്ന് കെ രാജൻ പിടിച്ചെടുക്കുന്ന മണ്ഡലമാണ് ഒല്ലൂർ. അത് പിന്നീട് അദ്ദേഹം 2021 തുടരുകയും ചെയ്തു, അത് നിലനിർത്തുകയും ചെയ്യുന്നു. പിന്നീട് അവിടെ നിന്ന് റവന്യൂ വകുപ്പ് മന്ത്രിയാകുന്നു. മന്ത്രിസഭയിലെ തന്നെ ഏറ്റവും നല്ല മന്ത്രി എന്ന ഖ്യാതി അദ്ദേഹം നേടുന്നുണ്ട്. ജനകീയനാണ്, ആളുകൾക്കൊപ്പം നിൽക്കുന്ന ആളാണ്. ഇതൊക്കെ തന്നെയാണ് അദ്ദേഹത്തെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുമ്പോൾ LDFന്റെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത്. പക്ഷേ അപ്പോഴത്തെ UDFന്റെ സ്ഥാനാർത്ഥി മോശക്കാരല്ല കേട്ടോ. ഷാജി ജെ കോടങ്കണ്ടത്ത് ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കാവുന്ന സ്ഥാനാർത്ഥിയെ തന്നെയാണ്. ഒരുപാട് പൊതുതാൽപര്യ ഹർജികളൊക്കെ നൽകിക്കൊണ്ട് ഒരുപാട് വിഷയങ്ങളിൽ അവിടുത്തെ സമരങ്ങളിൽ സമരത്തിൽ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു, നിയമ പോരാട്ടത്തിലുണ്ടായിരുന്നു. ഞാൻ നോക്കുന്നത് ഈ ഇടതുപക്ഷ മന്ത്രിസഭയിലെ ഏറ്റവും ജനകീയനായ ഒരു മന്ത്രിയാണ് രാജ മിനിസ്റ്റർ അല്ലേ. വളരെ ജനകീയനാണ്. കാരണം അദ്ദേഹം ജനങ്ങളോട് ഇടപെടുന്ന രീതിയും ശൈലിയും ഒക്കെ നമ്മളിങ്ങനെ നോക്കി എന്ന് പോയിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചെന്താ അറിയോ, ഈ വയനാട് വീട് കൊടുത്ത സമയത്തുണ്ടല്ലോ സ്ത്രീകൾക്ക് കെട്ടിപ്പിടിക്കുന്നത്. കാരണം അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കാൻ ആർക്കും മടിയില്ല എന്നുള്ളതാണ്. വലിയ രീതിയിൽ വികാരഭരിതരായി അവരോട് സംസാരിക്കുന്നു. അത് മാത്രമല്ല, ഈ ഇലക്ഷന്റെ ഓരോ വീടുകൾ കയറി ഇറങ്ങുന്ന സമയത്ത് ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴത്തേക്കും ഈ രാജ മിനിസ്റ്ററെ കാണുമ്പോഴത്തേക്കും ജനങ്ങൾ ഓടി വരികയാണ്. ഏത് വീടിന്റെ അകത്ത് നിന്ന് ഓടി വരുന്ന ഒരു ഫീൽ നമ്മൾ കാണുക. തൃശ്ശൂരിൽ ഏറ്റവും അധികം ഭൂരിപക്ഷം ഒരുപക്ഷെ ഒല്ലൂരിൽ നിന്നാണ് LDF സ്വന്തമാക്കുന്നത്. തൃശ്ശൂർ ജില്ലയുടെ പരിധിയിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും അധികം ഭൂരിപക്ഷം സ്വന്തമാക്കുന്നത് കെ രാജനായിരിക്കുമെന്നാണ്. ഈ റവന്യൂ വകുപ്പാണ് അഴിമതി ആരോപണം നേരിടേണ്ട ഒരു വകുപ്പ്. ഒരു വാക്കുകൊണ്ട് പോലും ഒരാളും അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ ഒല്ലൂരിൽ ലീഡ് LDF തന്നെയാണ്. അതെ, അപ്പൊ ഒല്ലൂരിലെ ചിത്രം നമ്മൾ നോക്കിയില്ല. എന്താണ് എന്ന് നോക്കാം. നമ്മൾ അതിനു മുന്നേ പറഞ്ഞു. അതാണ്, സംശയമില്ല, ഒല്ലൂരിൽ കെ രാജൻ തന്നെ എന്നുള്ളതാണ്. ഒല്ലൂരിൽ ജയസാധ്യത കെ രാജനാണ്. റിപ്പോർട്ടർ ഇലക്ഷൻ ഫ്രീ പോൾ ട്രെൻഡ് പ്രകാരം. അടുത്ത മണ്ഡലത്തിലേക്ക്. ശരി, അടുത്തത് കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂരിലേക്ക് പോകുമ്പോൾ കൊടുങ്ങല്ലൂരിൽ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ്? LDFിൽ നിന്നും VR സുനിൽകുമാറാണ്. UDFിൽ നിന്ന് OJ ജനീഷാണ്. ജനീഷ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റാണ്. OJ ജനീഷാണുള്ളത്. NDയിൽ നിന്നും വർഗീസ് ജോർജുമാണ് ഉള്ളത്. ഒരു പ്രത്യേകതയുണ്ട് ഈ മണ്ഡലത്തിന്, കൊടുങ്ങല്ലൂരിൽ. അവിടെ മത്സരിക്കുന്ന 2020 സ്ഥാനാർത്ഥി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരുമകനാണ്. വർഗീസ് ജോർജ്. അതെ. പക്ഷേ 2021 ലീഡ് നോക്കൂ. LDFന്റെ ലീഡ് 23,893 വോട്ടിന്റെ ലീഡാണ്. നല്ല രീതിയിൽ മുന്നേറിയിട്ടുള്ളതാണ് 2021. ഈ VR രാജന്റെ പൗത്രനാണ്. അപ്പോ അതിന്റെ ഒരു സ്വാധീനം, അദ്ദേഹത്തിന് സംഭരിക്കാൻ കഴിയുന്ന വോട്ടുകൾ അവിടെയുണ്ട്. LDFന്റെ ഒരു ഇടതുപക്ഷത്തിന്റെ കോട്ട എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ്. അല്ല, ഞാൻ